ഒരു രഹസ്യ ഏജന്റാണ് നമ്മുടെ കഥാനായകനായ ജെറ്റ്ലി. താൻ ഒരു രഹസ്യ ഏജന്റാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മകനും നാട്ടുകാർക്കും ആർക്കും അറിയത്തില്ല. കാരണം ആ രഹസ്യം പുറത്തറിഞ്ഞാൽ അത് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അപകടമാണ്. കാരണം അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ജെറ്റ്ലി ഇവിടെ കുറച്ച് ഗുണ്ടകളെ പിടികൂടാനായി അവരെ കാത്തു നിൽക്കുകയാണ്. അവര് ജെറ്റ്ലിക്ക് ഫേക്ക് പാസ്പോർട്ട്സ് വിൽക്കാനായിട്ടാണ് വരുന്നത്. ഗുണ്ടകൾക്ക് അറിയത്തില്ല അവര് ഫേക്ക് പാസ്പോർട്ട്സ് വിൽക്കാനായി പോകുന്നത് ഒരു രഹസ്യ ഏജന്റിനാണ് എന്ന്. സോ ഇവിടെ ആ ഗുണ്ടകൾ ജെറ്റ്ലിക്ക് അദ്ദേഹം ഓർഡർ ചെയ്തതുപോലെ ഫേക്ക് പാസ്പോർട്ട്സ് വിൽക്കുകയാണ്. അവർ പറഞ്ഞുറപ്പിച്ചതുപോലെ ജെറ്റ്ലി അവർക്ക് പണം നൽകാനായി പോവുകയാണ്. എന്നാൽ അത് ഫേക്ക് ആയിട്ടുള്ള പണമാണ്. ആ പണം അവരുടെ നേരെ വലിച്ചെറിയുകയും പിന്നെ ഒരു ഉഗ്രൻ ഫൈറ്റുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥാനായകന്റെ ഭാര്യയും മകൻ ജോണിയും. ഇവിടെ ഒരു മാർഷ്യൽ ആർട്ട് അഥവാ ഒരു വുഷു ടൂർണമെന്റ് നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനാണ് ജോണി അമ്മയുടെ കൂടെ ഇവിടെ വന്നിട്ടുള്ളത്. എന്നാൽ ജോണി സങ്കടത്തിലാണ്. കാരണം അച്ഛൻ എന്തായാലും തന്റെ ഫൈറ്റ് കാണാനായി വരുമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ തന്റെ ഫൈറ്റ് ആരംഭിക്കാനായി അച്ഛൻ ഇതുവരെ അവിടെ എത്തിയിട്ടുമില്ല. സോ ഇവിടെ ജെറ്റ്ലി ആണെങ്കിൽ ഗുണ്ടകളുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ സമയം നോക്കിയപ്പോൾ മകന്റെ ഫൈറ്റ് തുടങ്ങാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഗുണ്ടകളെയൊക്കെ അടിച്ചു വീഴ്ത്തി ഈ ഫേക്ക് പാസ്പോർട്ട് ഉണ്ടാക്കുന്ന പ്രധാന ഗുണ്ടയുടെ കൈയും കാലും കെട്ടി ചാക്കിലാക്കി മകന്റെ വുഷു ടൂർണമെന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം സൈക്കിളിൽ പോവുകയാണ്. സോ ഇവിടെ ജോണി തന്റെ എതിരാളിയുമായി ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്. ജോണിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല. എന്നാൽ അപ്പോൾ അവിടെ തന്റെ അച്ഛൻ വന്നതായി ജോണി കണ്ടു. അപ്പോൾ നമ്മുടെ ജോണിയുടെ മുഖത്ത് സന്തോഷം തെളിയുകയാണ്. അങ്ങനെ ജോണിയുടെ ഫൈറ്റ് ആരംഭിച്ചു. എന്നാൽ ഈ സ്ഥലത്ത് ഒരൊറ്റ ഫൈറ്റ് മാത്രമല്ല നടക്കുന്നത്. ജെറ്റ്ലി ചാക്കിലാക്കി കൊണ്ടുവന്ന ഗുണ്ടയെ രക്ഷപ്പെടുത്താനായി മറ്റു ഗുണ്ടകൾ ജെറ്റ്ലിയുടെ പിന്നാലെ അവിടെ വന്നു. അങ്ങനെ ടൂർണമെന്റ് നടക്കുന്ന സ്ഥലത്തെ ബാക്ക് സ്റ്റേജിൽ നിന്ന് അവരുടെയും ഒരു ഉഗ്രൻ ഫൈറ്റ് ആണ്. സോ ഇവിടെ ടൂർണമെന്റ് ഫൈനലിൽ നമ്മുടെ ജോണി വിജയിച്ചു. എല്ലാവരും ജോണിക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യുകയാണ്. ഈ സമയത്ത് ജെറ്റ്ലി ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണ്ട മുകളിൽ നിന്ന് ടൂർണമെന്റ് കാണാൻ എത്തിയ പ്രേക്ഷകരുടെ ഇടയിലേക്ക് വീഴുകയാണ്. അങ്ങനെ ആ ഗുണ്ട രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തത് എന്തെന്ന് വെച്ചാൽ അവിടുന്ന് ഒരു സ്ത്രീയുടെ കഴുത്തിൽ കത്തി വെക്കുകയാണ്. എന്നിട്ട് എന്നെ മര്യാദക്ക് വിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഈ സ്ത്രീയെ ഞാൻ കൊന്നുകളയുമെന്ന് ജെറ്റ്ലിയെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ ഈ സമയം ജെറ്റ്ലിയുടെ മകന് ജോണി ചാടി വന്ന് ആ ഗുണ്ടയെ ചവിട്ടി മാറ്റുകയാണ്. ഇത് കണ്ട് അവിടെയുള്ള എല്ലാവരും ഷോക്കായി. കാരണം ഒരു ചെറിയ കുട്ടിയാണ് ആ സ്ത്രീയുടെ ജീവൻ രക്ഷിച്ചത്. അപ്പോഴേക്കും അവിടെ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് എത്തി. അപ്പോൾ ജെറ്റ്ലി പെട്ടെന്ന് ആ സ്ഥലത്തുനിന്ന് പോവുകയാണ്. ധീരനായ നമ്മുടെ ജോണിയെ എല്ലാവരും ഇവിടുന്ന് അഭിനന്ദിക്കുന്നതായി കാണാം. ഈ ധീരതയ്ക്ക് ജോണി ഒരു അവാർഡിന് അർഹനുമാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവരുടെ ഡേ ഇൻ മൈ ലൈഫ് നോക്കാം. ജെറ്റ്ലിയും മകൻ ജോണിയും എന്നും രാവിലെ ഉറങ്ങി എഴുന്നേറ്റാൽ എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ് ചെയ്യുന്നത്. ആദ്യം അവര് രണ്ടുപേരും ഒന്നിച്ച് പല്ല് തേക്കും. അതിനുശേഷം അവരുടെ മുന്നിൽ വെള്ളം വെച്ചതായി കാണാം. അവര് രണ്ടുപേരും ഒരേ സമയത്ത് അതിൽ തല മുക്കി വെക്കും, അതായത് ശ്വാസം പിടിച്ചു വെക്കാൻ. അങ്ങനെ ഡെയിലി അവര് റെക്കോർഡ് ഇടും. അപ്പോൾ അച്ഛനും മകനും ഇവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സമയം വെള്ളത്തിൽ ശ്വാസം അടക്കി പിടിച്ചു നിൽക്കാനായി സാധിക്കുന്നതാണ്. അച്ഛൻ നോക്കിക്കോ, ഒരു ദിവസം ഞാൻ അച്ഛനെ കടത്തിവിടും. ഞാൻ അച്ഛനേക്കാൾ കൂടുതൽ സമയം വെള്ളത്തിൽ ശ്വാസം അടക്കി പിടിച്ചു നിൽക്കും. അപ്പോൾ ഇവിടെ അച്ഛന് പുറത്തേക്ക് പോവുകയാണ്. ഇന്നാണ് എനിക്ക് അവാർഡ് കിട്ടുന്ന ദിവസം, മറക്കരുത്, എന്തായാലും വരണം, എന്തായാലും ഞാൻ എത്തും എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ചെല്ലുകയാണ്. പക്ഷെ നമ്മുടെ ജെറ്റ്ലിക്ക് മകന്റെ അവാർഡ് സെറമണിക്ക് എത്താനായി സാധിച്ചിട്ടില്ല. ഇവിടെ ജോണി അമ്മയുടെ കൂടെ ബസ്സിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാനായി നിൽക്കുകയാണ്. അപ്പോൾ ജെറ്റ്ലി ഓടി വന്ന് മകനോട് ഒരുപാട് സോറി പറയുകയാണ്. അച്ഛൻ കുറച്ച് തിരക്കിലായി പോയി, അതുകൊണ്ടാ വരാൻ കഴിയാത്തെ. അവാർഡ് നൽകുന്ന ഫോട്ടോയിൽ അച്ഛൻ ഇല്ലാത്തതിലാണ് മകന് ഏറ്റവും അധികം സങ്കടം. അതൊന്നും സാരമില്ല, വീട്ടിൽ ചെന്ന് നമുക്കൊരു അടിപൊളി ഫോട്ടോ തന്നെ എടുക്കാം. പക്ഷേ സ്റ്റിൽ ജോണിക്ക് സന്തോഷമായിട്ടില്ല. ജെറ്റ്ലി പുകവലിക്കുന്നത് ജോണിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ മകനെ സന്തോഷിപ്പിക്കാനായിട്ട് ജെറ്റ്ലി മകനോട് പറയാണ്, ഇനി മുതൽ ഞാൻ ഒരിക്കലും പുകവലിക്കത്തില്ല, പ്രോമിസ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ജോണിക്ക് സന്തോഷമായി. ജോണിക്ക് സമ്മാനമായി അച്ഛൻ ഒരു വാച്ചും കൊടുക്കുന്നുണ്ട്. ആ വാച്ച് കിട്ടിയപ്പോഴും ജോണിക്ക് ഭയങ്കര സന്തോഷമായി. സോ ഇവിടെ അവര് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് വന്ന് ജെറ്റ്ലിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇത് കണ്ട് ഭാര്യയും മകനും ശരിക്കും ഷോക്കായി. ഇത് കണ്ട് അവിടുത്തെ കുട്ടികളൊക്കെ ജോണിയുടെ അച്ഛൻ ഫ്രോഡാണ്, അദ്ദേഹം കള്ളനാണ് എന്നൊക്കെ പറയുന്നുമുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ ജോണി ആളാകെ തകർന്നുപോയി. സോ ഇദ്ദേഹമാണ് ക്യാപ്റ്റൻ. ഈ ക്യാപ്റ്റന് മാത്രമേ ജെറ്റ്ലി ഒരു രഹസ്യ ഏജന്റ് ആണ് എന്ന കാര്യം അറിയത്തുള്ളൂ. ബാക്കിയുള്ള ഓഫീസേഴ്സിന് ആർക്കും ഈ കാര്യം അറിയത്തില്ല. അപ്പോൾ ക്യാപ്റ്റൻ ജെറ്റ്ലിക്ക് പുതിയ ഒരു കേസ് കൊടുക്കുകയാണ്. പോക്കോങ് എന്ന ഗാങ്സ്റ്ററിന്റെ ഗാങ്ങിലേക്ക് നീ ജോയിൻ ചെയ്യണം, അദ്ദേഹത്തിന്റെ ആളാവണം. എന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന എല്ലാ ക്രൈംസും നീ നോട്ട് ചെയ്യണം.
അവനെ തെളിവുകളോടുകൂടി അറസ്റ്റ് ചെയ്യണം. ഇതാണ് ക്യാപ്റ്റൻ ജെറ്റ്ലിക്ക് കൊടുക്കുന്ന ടാസ്ക്. ഈ ടാസ്കിൽ ജെറ്റ്ലി തനിച്ചായിരിക്കില്ല, ഡാർക്കി എന്ന പേരുള്ള ഇദ്ദേഹം കൂടെ ഉണ്ടാവും. അവര് രണ്ടുപേരും ഒന്നിച്ച് ഹോങ്കോങ്ങിൽ പോക്കോങ് എന്ന ഗാങ്സ്റ്ററിന്റെ സ്ഥലത്തേക്ക് അദ്ദേഹത്തിന്റെ കൂടെ ജോയിൻ ചെയ്യാനായി പോകണം. അങ്ങനെ ക്യാപ്റ്റൻ അവർക്ക് രണ്ടുപേർക്കും രാത്രി സ്റ്റേഷനിൽ നിന്ന് ചാടാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. ഓഫീസേഴ്സ് ഒക്കെ അവരെ പിടികൂടാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജെറ്റ്ലിയും ഡാർക്കിയും രക്ഷപ്പെട്ടു. പക്ഷെ ഹോങ്കോങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് വീട്ടിൽ ചെന്ന് തന്റെ ഭാര്യയും മകനെയും ജെറ്റ്ലിക്ക് കാണണം. കാരണം ജെറ്റ്ലി ചെയ്യാനായി പോകുന്ന ഈ ടാസ്ക് അഥവാ ഈ കേസ് വളരെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് ചിലപ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ജെറ്റ്ലി ഇവിടെ വീട്ടിലേക്ക് ചെന്നത്. ജെറ്റ്ലിയുടെ ഭാര്യ അസുഖം ബാധിച്ച് കിടപ്പിലാണ്. പുള്ളിക്കാരി നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി ജെറ്റ്ലി പുള്ളിക്കാരി എഴുന്നേൽപ്പിച്ചിട്ടില്ല. ജെറ്റ്ലി തന്റെ മകനെ കാണുകയാണ്. അച്ഛൻ ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യാനായി പോവുകയാണ്. എവിടത്തേക്കാണ് എന്നൊന്നും ചോദിക്കരുത്. ഈ വീട്ടിലെ ഒരേ ഒരു ആണ് നീയാണ്. നീ വേണം അമ്മയെ നന്നായി നോക്കാൻ. അവര് പോകുന്ന സമയത്ത് ജോണി അച്ഛന്റെ പിന്നാലെ വന്നിട്ട് സങ്കടത്തോടെ അച്ഛൻ അപ്പോൾ ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അതിന് ജെറ്റ്ലിക്ക് എന്താണ് മറുപടി കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഡാർക്കി ജോണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മോനെ, എന്റെ പേര് ഡാർക്കി. മോന്റെ അച്ഛനെ ഞാൻ മോന്റെ അടുത്ത് തിരിച്ചു കൊണ്ടുവരും. ഇത് അങ്കിളുടെ വാക്കാണ്. മോന്റെ അച്ഛൻ മോന്റെ അടുത്ത് തിരിച്ചെത്തിയാൽ മാത്രം മോന് അങ്കിൾക്ക് ഈ മോതിരം തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഡാർക്കി തന്റെ മോതിരം ജോണിക്ക് ഇട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ജെറ്റ്ലിയും ഡാർക്കിയും ഹോങ്കോങ്ങിലേക്ക് പുറപ്പെട്ടു. അവരുടെ രണ്ടുപേരുടെയും ആദ്യത്തെ ടാസ്ക് വിജയിച്ചു. അതായത് പോക്കോങ് എന്ന ഗാങ്സ്റ്ററിന്റെ ഗാങ്ങിൽ ജോയിൻ ചെയ്യുക എന്നത്. അപ്പോൾ ഇതാണ് ഗാങ്സ്റ്റർ. നാളെ അമേരിക്കക്കാരുമായി ഇദ്ദേഹം ഒരു ഡീല് നടത്തുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനായിട്ടാണ് അവര് പോകുന്നത്. പക്ഷെ പോക്കോങ്ങിന് ആയുധങ്ങൾ വേണം. എന്നാൽ അമേരിക്കക്കാർക്ക് അത്രയും വലിയ തുക കൊടുക്കുന്നതിൽ പോക്കോങ്ങിന് താല്പര്യമില്ല. അതായത് അമേരിക്കക്കാരെ കബളിപ്പിച്ച് ആയുധങ്ങൾ ഫ്രീ ആയിട്ട് സ്വന്തമാക്കണം. അതിന് തന്റെ ഗാങ് മെമ്പേഴ്സിനോട് പോക്കോങ് ഐഡിയാസ് ചോദിക്കുകയാണ്. അങ്ങനെ ഡാർക്കിയോട് ചോദിച്ചപ്പോൾ ഡാർക്കി ഒരു മണ്ടൻ ഐഡിയ ആണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഗാങ്സ്റ്റർ ഡാർക്കിയുടെ മുഖത്തിട്ട് കുത്തി. അവന്റെ വായിന്ന് രക്തം വന്ന് അത് അറിയാതെ അവൻ ഗാങ്സ്റ്ററിന്റെ മുഖത്ത് തന്നെ തുപ്പി. ആ ദേഷ്യത്തിൽ ഡാർക്കിയെ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴെയിട്ട് കൊല്ലാനായി പോവുകയാണ്. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ഹീറോ വന്ന് ഡാർക്കിയെ പിടിക്കുകയാണ്. നീ അവനെ രക്ഷിക്കാൻ മാത്രമായോ എന്നൊക്കെ പറഞ്ഞ് ഗാങ്സ്റ്റർ ഹീറോനെ ചവിട്ടുന്നുമുണ്ട്. ആ സമയത്ത് ഹീറോ ഗാങ്സ്റ്ററിനോട് ഒരു ഐഡിയ പറയുകയാണ്. ആ ഐഡിയ കേട്ടപ്പോൾ ഗാങ്സ്റ്ററിന് അത് ഇഷ്ടമായി. അദ്ദേഹത്തിന് ഇപ്പോൾ ജെറ്റ്ലിയെ നല്ല കാര്യമാണ്. കാരണം ജെറ്റ്ലി ആളൊരു ബുദ്ധിശാലിയാണ് എന്ന് ഗാങ്സ്റ്ററിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ജെറ്റ്ലി പറഞ്ഞ പ്ലാന് സിമ്പിൾ ആണ്. അതായത് ഡീല് നടക്കുന്ന സമയത്ത് അവര് പുറത്ത് കാറുമായി കാത്തു നിൽക്കാം. ബാക്കിയൊക്കെ എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം എന്നാണ് ജെറ്റ്ലി ഗാങ്സ്റ്ററിനോട് പറഞ്ഞത്. സോ ഇവിടെ ഡീല് നടത്താനായി ഗാങ്സ്റ്റർ അമേരിക്കക്കാരെ കാണാനായി ഒരു കഫേയിൽ വന്നു. അതേ കഫേയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുമുണ്ട്. പുള്ളിക്കാരിയുടെ പേര് അന്ന ഫോങ് എന്നാണ്. സോ ഇവിടെ ഡീല് നടക്കുന്ന സമയത്ത് ഹീറോ ഗാങ് മെമ്പേഴ്സുമായി പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാവരും മാസ്ക് ധരിക്കുകയാണ്. ഹീറോ മാസ്ക് ധരിക്കാൻ കുറച്ച് വൈകിപ്പോയി. ഈ സമയത്ത് ഒരു ഫോട്ടോഗ്രാഫർ ആ മാസ്ക് ധരിക്കാത്ത ഹീറോന്റെ ഫോട്ടോ എടുക്കുന്നതായി കാണാം. ഓക്കെ, ഇനി എന്തായാലും ഇവിടെ എന്താണ് നടന്നത് എന്ന് ചോദിച്ചാല് അമേരിക്കക്കാര് ആയുധങ്ങളുള്ള പെട്ടി ഗാങ്സ്റ്ററിന് കൈമാറി. എന്നാൽ ഗാങ്സ്റ്റർ പണമുള്ള പെട്ടി കൊടുക്കാതെ അവരെ തല്ലുകയാണ്. ഈ സമയം ആ സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോ അവര് വെയിറ്റ് ചെയ്യുന്ന കാറിൽ വന്ന് ഇടിച്ചു കയറുകയാണ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ വമ്പൻ ഷൂട്ട് ഔട്ട് ആണ് ഇവിടെ നടക്കുന്നത്. ഈ ഷൂട്ട് ഔട്ട് നടക്കുമ്പോഴും നമ്മുടെ ഹീറോ ആ സ്ഥലത്തുള്ള ജനങ്ങളെ രക്ഷിച്ചു മാറ്റുന്നുണ്ട്. അവരെയൊക്കെ ഹീറോ സേഫ് ആക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ടാണ് അമേരിക്കക്കാരോട് ഫൈറ്റ് ചെയ്യുന്നത്. ഹീറോന്റെ ഈ പ്രവൃത്തിയൊക്കെ പോലീസുകാരെ അന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഫൈറ്റ് ഒക്കെ കഴിഞ്ഞു. ഈ സ്ഥലത്ത് ഗാങ് മെമ്പേഴ്സ് എല്ലാവരും രക്ഷപ്പെട്ടു. അതേപോലെ ഗാങ്സ്റ്ററും പണവും ആയുധവുമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ആകെയുള്ളത് നമ്മുടെ ജെറ്റ്ലി മാത്രമാണ്. അവിടെയാണെങ്കിൽ ഒരുപാട് പോലീസും വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ജെറ്റ്ലി അന്നയുടെ തലയിൽ തോക്ക് വെച്ചിട്ട് പുള്ളിക്കാരിയോട് കാർ എടുക്കാനായി ഹീറോ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അന്ന ഹീറോന്റെ ഭീഷണിയിൽ കാർ എടുത്തു പോവുകയാണ്. പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ അവര് പോകുമ്പോൾ ഇനി മുന്നോട്ടേക്ക് വഴിയില്ല. അവിടെ റോഡ് അവസാനിക്കുകയാണ്. പിന്നാലെ പോലീസ് വരുന്നുമുണ്ട്. ആ പാലത്തിൽ നിന്ന് ഹീറോ എടുത്തു ചാടി. ഹീറോയെ പിടിക്കാനായി അന്നയും ചാടുന്നുണ്ട്. എന്നാൽ അന്ന വീഴാനായപ്പോൾ ഹീറോ പുള്ളിക്കാരിയെ പിടിച്ച് സേഫ് ആക്കിയതിനു ശേഷം അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. സോ എന്തായാലും ഈ സംഭവം നടന്ന സ്ഥലത്ത് ഒരു ഫോട്ടോഗ്രാഫർ നമ്മുടെ ഹീറോന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ അന്നക്ക് കിട്ടി. ആ ഫോട്ടോയിലുള്ള ആളുടെ കണ്ണ് കണ്ടപ്പോൾ തന്നെ അന്നക്ക് മനസ്സിലായി ഇതേ ആള് തന്നെയാണ് ആ മാസ്ക് ധരിച്ച ആളെന്ന്. അങ്ങനെ ആ ഫോട്ടോയിൽ കാണുന്ന അഥവാ നമ്മുടെ ഹീറോന്റെ നാട്ടിലേക്ക് അന്ന അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കാൻ എത്തുകയാണ്. അപ്പോൾ നാട്ടിലെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾക്ക് നോക്കാം. കുട്ടികൾ എല്ലാവരും ജോണിയുടെ അച്ഛനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടതാണ്.
അതുകൊണ്ട് തന്നെ സ്കൂളിലെ കുട്ടികൾ, പ്രത്യേകിച്ച് സീനിയേഴ്സ്, ജോണിയെ ഈ കാര്യം പറഞ്ഞ് കളിയാക്കാനായി തുടങ്ങി. ജോണിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവന്റെ പേര് ഫാറ്റി എന്നാണ്. ജോണിയെ ആകെ സപ്പോർട്ട് ചെയ്യുന്നത് തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഫാറ്റി മാത്രമാണ്. കുട്ടികൾ എല്ലാവരും ജോണിയെ കളിയാക്കുമ്പോൾ ഫാറ്റി അവരോടൊക്കെ തിരിച്ചു മറുപടി പറയുകയാണ്. ഈ കുട്ടികൾ ജോണിയുടെ നേർക്ക് ചീന മുട്ടയൊക്കെ എറിയുമ്പോൾ ഫാറ്റിയാണ് ജോണിയെ അവരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. എന്തായാലും കളിയാക്കലുകളൊക്കെ കേട്ടിട്ടും ജോണി അവരോട് ഒന്നും പറയാൻ നിന്നിട്ടില്ല. എല്ലാം കേട്ടു നിന്നു. ആളാകെ തകർന്ന പോലെയായിട്ടാണ് ഉള്ളത്. കാരണം തനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് തന്റെ അച്ഛനെയാണ്. ആ അച്ഛനെ കുറിച്ചാണ് എല്ലാവരും ഇങ്ങനെ അപവാദം പറയുന്നത്. സോ ഇവിടെ ഒരു ദിവസം ജോണിയെ സ്കൂളിലേക്ക് അച്ഛൻ വിളിക്കുകയാണ്. അമ്മയ്ക്കിപ്പോൾ സുഖമായോ എന്നൊക്കെ ചോദിച്ചാണ് അച്ഛൻ വിളിച്ചത്. ജോണിക്ക് അച്ഛൻ ഒരു നമ്പർ കൊടുക്കുകയാണ്. ഇതെന്റെ പ്രൈവറ്റ് നമ്പർ ആണ്. അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം മോൻ എന്നെ ഇതിലേക്ക് വിളിച്ചാൽ മതി. ജോണി അച്ഛനോട് കോൾ കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് അച്ഛൻ ക്രിമിനൽ ആണ് എന്ന് ചോദിക്കുകയാണ്. അതിന് ജെറ്റ്ലി മകന് മറുപടി ഒന്നും കൊടുത്തിട്ടില്ല. കോൾ കട്ട് ചെയ്ത ജോണി നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ച തന്റെ സീനിയേഴ്സ് ജോണിയുടെ പേര് പറഞ്ഞ് ഫാറ്റിയെ തല്ലുന്നു. ഇത് കണ്ട് ജോണി അടങ്ങി നിന്നിട്ടില്ല. അവന്മാരെയൊക്കെ ഇടിച്ച് ചവിട്ടി കൂട്ടി നിലത്തിട്ടു. ആള് വുഷു ചാമ്പ്യൻ ആണ്, നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് തന്നെ ജോണിയോട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ മാത്രം ആരും അവിടെയില്ല. അവസാനം ജോണിയെ കളിയാക്കിയവന്റെ കഴുത്തിൽ ചവിട്ടി കാൽ വെച്ചുകൊണ്ട് പറയാണ്, മേലാൽ നീ എന്റെ അച്ഛനെ കുറിച്ച് പറയാനായി നാവ് പുറത്തിട്ടാൽ നീ വിവരമറിയും. സ്കൂൾ വിട്ടതിനു ശേഷം ആ ഫോട്ടോയിൽ കണ്ട ആളുടെ മകനാണ് ജോണി എന്ന് മനസ്സിലാക്കിയ അന്ന ജോണിയെ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ ജോണി ബസ് കയറാതെ നടന്നു പോവുകയാണ്. കാരണം ബസ്സിൽ പോകാൻ ജോണിയുടെ കയ്യിൽ പൈസയില്ല. അങ്ങനെ ഒരുപാട് മണിക്കൂർ നടന്നിട്ടാണ് ജോണി വീട്ടിലെത്തിയത്. പിന്നാലെ ഫോളോ ചെയ്ത് നടന്ന അന്ന ക്ഷീണിച്ച ഒരു വഴിയായി. അങ്ങനെ അവിടെ ജെറ്റ്ലിയുടെ ഭാര്യയെ കാണുന്നതായി അന്ന വന്നു. പുള്ളിക്കാരി ഭാര്യയോട് താൻ ജെറ്റ്ലിയുടെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ചതാണ്, ഞാൻ ജെറ്റ്ലിയുടെ കൂടെ ബിസിനസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. ഭാര്യക്ക് സുഖമില്ല എന്ന് മനസ്സിലാക്കിയ അന്ന പുള്ളിക്കാരിയോട് പറയണം, നിനക്ക് തീരെ സുഖമില്ലാലേ, എന്നോട് ജെറ്റ്ലി അത് പറഞ്ഞിട്ടുണ്ട്, അവനാണ് നിന്നെ നോക്കണമെന്ന് പറഞ്ഞ് എന്നെ ഇവിടത്തേക്ക് വിട്ടത്. സോ ഇവിടെ ജോണി അച്ഛൻ അയച്ച കത്ത് വായിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അന്നക്ക് മനസ്സിലായി ജെറ്റ്ലി താൻ വിചാരിക്കുന്ന പോലെ ഒരു ഗുണ്ടയോ ഗ്യാങ് മെമ്പറോ ഒന്നുമല്ല എന്ന്. ജെറ്റ്ലി എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട് എന്നും അന്നക്ക് മനസ്സിലായി. കത്തിന്റെ കൂടെ കുറച്ച് കാശും ജെറ്റ്ലി ഭാര്യക്കായി അയച്ചിട്ടുണ്ട്. ജോണി അത് അമ്മക്ക് കൊടുക്കുമ്പോൾ, ഓ ജെറ്റ്ലി എനിക്കും കുറച്ച് കാശ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്നയും പുള്ളിക്കാരിക്ക് കാശ് കൊടുക്കുന്നുണ്ട്. അവരുടെ അവസ്ഥയൊക്കെ കണ്ട് അന്നക്ക് സഹതാപം തോന്നി. സോ ഇവിടെ അവരുടെ വീട്ടിൽ അന്നയും താമസം തുടങ്ങി. അങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ അന്ന എഴുന്നേറ്റ് ജെറ്റ്ലിയെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ്. അതിൽ ജെറ്റ്ലിയുടെ ഫോട്ടോയും പുള്ളിക്കാരി കണ്ടു. അത് അവൻ തന്നെയാണ് എന്ന് അന്ന ഉറപ്പുവരുത്തി. ഈ സമയം ജെറ്റ്ലിയുടെ ഭാര്യ അവിടെ കയറി വരികയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് അവൻ തന്നെ അല്ലേ എന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരി പറയാണ്, നിങ്ങൾ ജെറ്റ്ലിയുടെ കൂട്ടുകാരിയല്ല എന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ഒരു പോലീസുകാരിയാണ് അല്ലേ? എന്റെ ഭർത്താവ് എന്റെ അടുത്തുനിന്ന് ഒന്നും മറച്ചു വെക്കാറില്ല. എന്നാൽ എന്റെ ഭർത്താവ് എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയത്തില്ല. അത് അദ്ദേഹം ഇതുവരെ എന്നോട് പറഞ്ഞിട്ടുമില്ല, ഞാൻ അത് ചോദിച്ചിട്ടുമില്ല. ബിസിനസ് എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിൽ അദ്ദേഹം പോകാറുണ്ട്. എന്നാൽ എനിക്ക് നന്നായി അറിയാം അദ്ദേഹം ബിസിനസ്സിനല്ല പോകുന്നത് എന്ന്. എന്നാൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു ഭർത്താവാണ്. എന്റെ മകന് അദ്ദേഹം നല്ലൊരു അച്ഛനുമാണ്. എനിക്ക് അദ്ദേഹത്തെ പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജോലി എന്താണ് എന്ന് ഞാൻ ഇതുവരെ നിർബന്ധിച്ച് ചോദിക്കാത്തത്. എന്തായാലും അന്നക്ക് ഒരു കാര്യം മനസ്സിലായി, ജെറ്റ്ലി നല്ലൊരു മനുഷ്യനാണ് എന്ന്. അന്ന ഇപ്പോൾ അവരുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെ തന്നെയാണ്. അസുഖം ബാധിച്ച അമ്മയെ എല്ലാ വീട്ടുജോലിയിലും സഹായിക്കുന്നത് ജോണിയാണ്. അങ്ങനെ അടുത്ത ദിവസം മുതൽ ജോണി മാത്രമല്ല അന്നയും വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ സഹായിക്കുന്നുണ്ട്. പുള്ളിക്കാരിയെ നമ്മുടെ ജോണിക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. അവര് നല്ല കമ്പനി ആവുന്നുണ്ട്. സോ ഗാങ്സ്റ്റേഴ്സിന്റെ അടുത്ത പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വലിയ ഒരു പ്ലാനാണ്. വില കൂടിയ ആന്റിക് സാധനങ്ങൾ ലേലത്തിന് വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരുപാട് പണക്കാര് കോടികളുമായിട്ട് ലേലം വിളിക്കാനായി വരും. അവരുടെ എല്ലാവരുടെയും പണം തട്ടുക എന്നതാണ് ഗാങ്സ്റ്ററിന്റെ ഇനിയുള്ള അടുത്ത പ്ലാൻ. അത് വലിയ ഒരു ഓപ്പറേഷൻ ആണ്. സോ എന്തായാലും ഈ പ്ലാൻ ഒക്കെ അദ്ദേഹം ജെറ്റ്ലിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ജെറ്റ്ലി ഇപ്പോൾ ഭയങ്കര വിശ്വാസമാണ്. ജെറ്റ്ലി ഈ കാര്യം ക്യാപ്റ്റനോട് പറഞ്ഞു. അതേപോലെ തനിക്കൊന്ന് ഭാര്യയും മകനും കാണാനായി നാട്ടിലേക്ക് വരണം എന്നും ക്യാപ്റ്റനോട് ജെറ്റ്ലി പറഞ്ഞപ്പോൾ, മിഷൻ പൂർത്തീകരിക്കാതെ നീ നാട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് ക്യാപ്റ്റൻ ജെറ്റ്ലിയോട് പറയുകയാണ്. ഇവിടെ അന്ന് രാത്രി ജെറ്റ്ലിയുടെ ഭാര്യ അസുഖം അധികമായിട്ട് ബെഡിൽ നിന്ന് താഴെ വീഴുകയാണ്. അപ്പോൾ തന്നെ അന്നെ ആംബുലൻസ് വിളിച്ച് പുള്ളിക്കാരി ആശുപത്രിയിൽ എത്തിച്ചു. ഇനി ഇവിടെ സങ്കടകരമായ കാര്യം, പുള്ളിക്കാരിക്ക് അധിക നേരമൊന്നും ബാക്കിയില്ല, മരണത്തിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. പുള്ളിക്കാരി അന്നക്ക് ഒരു കത്ത് കൊടുത്തിട്ട് പറയാണ്, ഇത് എന്ത് വന്നാലും ജെറ്റ്ലിക്ക് എത്തിക്കണം, എന്റെ മോനെ സേഫ് ആയ ഒരു സ്ഥലത്ത് നീ ആക്കണം എന്നൊക്കെയാണ് അന്നയോട് അവസാനമായി പുള്ളിക്കാരി പറഞ്ഞത്. അവസാനം മകനോടും സംസാരിച്ചു കഴിഞ്ഞതിനു ശേഷം ജെറ്റ്ലിയുടെ ഭാര്യ മരണപ്പെടുകയാണ്. അമ്മയുടെ മരണ വാർത്ത മകൻ അച്ഛന്റെ നമ്പറിൽ മെസ്സേജ് അയച്ച് അറിയിച്ചു. അതറിഞ്ഞപ്പോൾ ജെറ്റ്ലി ആകെ തകർന്ന പോലെയായി. സോ ഇവിടെ ഡാർക്കി ജെറ്റ്ലിയെ സമാധാനിപ്പിക്കുകയാണ്. ജെറ്റ്ലിയുടെ ഇപ്പോഴത്തെ പേടി, തന്റെ മകൻ ഇപ്പോൾ ആരാണ് നോക്കുന്നത്, അവൻ സേഫ് ആണോ അല്ലയോ എന്നൊന്നും ജെറ്റ്ലിക്ക് അറിയത്തില്ല.
എന്നാൽ ഇവിടെ അന്നയാണെങ്കിൽ ജോണിയെ ആ നാട്ടിൽ നിന്ന് കൂട്ടി ഹോങ്കോങ്ങിലേക്ക് കൊണ്ടുപോവുകയാണ്. ജോണി പോകുന്നതിൽ ഏറ്റവും അധികം സങ്കടമുള്ളത് ജോണിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഫാറ്റിക്കാണ്. ഫാറ്റിക് കരഞ്ഞുകൊണ്ട് ജോണി യാത്ര അയക്കുകയാണ്. നീ എന്നെ കാണാനായി വല്ലപ്പോഴും വരണമെന്നും ഫാറ്റി ജോണിയോട് പറയുന്നുണ്ട്. സോ ഇവിടെ ഹോങ്കോങ്ങിലേക്ക് അവര് ബോട്ട് വഴിയാണ് പോകുന്നത്. എന്നാൽ അവര് ബോട്ട് എടുക്കുന്ന ആ സ്ഥലത്ത് കുറച്ച് ഗുണ്ടകളുണ്ട്. ഈ ഗുണ്ടകൾക്ക് നമ്മുടെ ഗാങ്സ്റ്ററുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അന്ന് നടന്ന പ്രശ്നത്തിൽ അവരിൽ കുറച്ചു പേര് അന്നയെ കണ്ടതാണ്. അവർക്ക് അന്ന പോലീസുകാരിയാണെന്ന് നന്നായി അറിയാം. അപ്പോൾ തന്നെ ഒരുത്തൻ ഗാങ്സ്റ്ററിനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞു. അവളുടെ കൂടെ ഒരു കുട്ടിയുമുണ്ട്. അവളെയും ആ കുട്ടിയും കൊന്നു കളഞ്ഞേക്കെന്ന് ഗാങ്സ്റ്റർ അവനോട് പറഞ്ഞു. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അവന്മാര് എല്ലാവരും അന്നയും ജോണിയും അറ്റാക്ക് ചെയ്യാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ഇതൊരു അടിപൊളി ഫൈറ്റ് ആണ്. അവര് രണ്ടുപേരും, അതായത് അന്നയും ജോണിയും അവന്മാരെ അടിച്ച് ചവിട്ടി കൂട്ടുകയാണ്. ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ജെറ്റ്ലിയുടെ ഭാര്യ ജെറ്റ്ലിക്ക് കൊടുക്കാനായി അന്നയെ ഏൽപ്പിച്ച കത്ത് വെള്ളത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ച് അന്ന ആ കത്ത് വെള്ളത്തിൽ നിന്ന് എടുക്കുന്നൊക്കെയുണ്ട്. എന്തായാലും ഫൈറ്റ് കഴിഞ്ഞപ്പോൾ അവന്മാർക്ക് മനസ്സിലായി ഈ സ്ത്രീയും കുട്ടിയും സാധാരണക്കാരല്ല എന്ന്. അങ്ങനെ ആ ഗുണ്ടകൾ പേടിച്ച് അവിടുന്ന് സ്ഥലം വിട്ടു. അന്നയും ജോണിയും ബോട്ടിൽ ഹോങ്കോങ്ങിലേക്ക് അവരുടെ യാത്ര ആരംഭിച്ചു. അവർ യാത്ര ചെയ്യുന്ന സമയത്ത് അന്ന ജോണിയോട് ജോണിയുടെ അച്ഛന്റെ ശരിക്കുമുള്ള ജോലി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ അച്ഛൻ ക്രിമിനൽ ഒന്നുമല്ല, നിന്റെ അച്ഛൻ ഒരു രഹസ്യ ഏജന്റ് ആണ്. ഇത് നീ ആരോടും പറയാൻ പാടില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ, അഥവാ തന്റെ അച്ഛൻ ഒരു രഹസ്യ ഏജന്റ് ആണ് എന്ന് ജോണി അറിഞ്ഞപ്പോൾ ജോണിക്ക് ശരിക്കും സന്തോഷം, അഥവാ പ്രൗഡ് മൊമെന്റ് ആയി. അതേപോലെ തന്റെ അച്ഛൻ ഒരു കുറ്റവാളിയല്ല എന്ന് അറിഞ്ഞതിലും ജോണിക്ക് നല്ല സന്തോഷമുണ്ട്. സോ ഇവിടെ അന്ന പുറത്തു പോയ സമയത്ത് ഫ്ളാറ്റിൽ തനിച്ചിരുന്ന് ജോണി TV കാണുകയാണ്. ആ സമയത്ത് TVയിൽ തന്നെ കുറിച്ചാണ് പറയുന്നത്. അതായത് ജോണി എന്ന പയ്യൻ അച്ഛൻ ജെറ്റ്ലിയെ തേടി ഹോങ്കോങ്ങിൽ വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ മീഡിയയിൽ ജോലി ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കൾ അന്നെ കൊണ്ട് അവരാണ് അന്ന അറിയാതെ ഈ വാർത്ത ലീക്ക് ചെയ്തത്. അപ്പോൾ ഈ വാർത്ത കണ്ട ജോണി അന്നെ തന്നെ ചതിക്കുകയാണ് എന്ന് കരുതിയിട്ട് പുള്ളിക്കാരിയുടെ ഫ്ളാറ്റിൽ നിന്ന് തനിച്ച് പുറത്തേക്ക് പോവുകയാണ്. അതേപോലെ ഈ കാര്യം ജോണി അച്ഛന് മെസ്സേജ് അയച്ചിട്ടുമുണ്ട്. സോ ഇവിടെ ആ സ്ഥലത്തേക്ക് ജെറ്റ്ലി വന്നു. അപ്പോഴേക്കും അവിടുന്ന് ജോണി പോയിട്ടുണ്ട്. സോ ഇവിടെ അന്ന അറിയാതെയാണ് പുള്ളിക്കാരുടെ വീട്ടിലേക്ക് ജെറ്റ്ലി കയറി കൂടിയത്. അന്ന ജെറ്റ്ലിയെ തടയാൻ ശ്രമിച്ചെങ്കിലും ഭാര്യ എഴുതിയ കത്തുമായി ജെറ്റ്ലി അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ജെറ്റ്ലി ഭാര്യയുടെ കത്ത് വായിക്കുകയാണ്. അതിൽ പുള്ളിക്കാരി പ്രധാനമായിട്ട് എഴുതിയ ഒരു കാര്യമാണ് തന്റെ അവസാന സമയങ്ങളിൽ തന്നെ കൂടുതലും സഹായിച്ചത് അന്നയാണ് എന്നൊക്കെയാണ്. ഇവിടെ ജോണി ഇവിടെ തെരുവിൽ അച്ഛനെ കാത്തിരിക്കുന്ന സമയത്ത് അവിടെ ഗാങ്സ്റ്ററിന്റെ കാർ വന്നതായി കാണാം. നിന്റെ അച്ഛൻ നിന്നെ കൂട്ടിച്ചേരാനേ പറഞ്ഞു, വാ കാറിൽ കയറി. അങ്ങനെ ഗാങ്സ്റ്ററിന്റെ കാറിൽ ജോണി കയറുകയാണ്. അങ്ങനെ ജോണി അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം വാങ്ങിച്ചത് ഡാർക്കി അങ്കിളാണ്. എന്നാൽ ഡാർക്കി ഒരു കാര്യം ചെയ്തു. ജോണിക്ക് കൊടുത്ത ഭക്ഷണത്തിന്റെ പാത്രത്തിന്റെ അകത്ത് ഇവന്മാര് ശത്രുക്കളാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ജോണിക്ക് താൻ ട്രാപ്പ് ആയതാണെന്ന് മനസ്സിലായി. അപ്പോൾ അവര് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടത്തേക്ക് ജെറ്റ്ലി കയറി വരികയാണ്. അദ്ദേഹം ഇവിടെ കള്ളപ്പേരിലാണ്. സോ അച്ഛനെ കണ്ടപ്പോൾ ജോണി അറിയാത്ത പോലെ ഭക്ഷണം കഴിക്കുകയാണ്. കാരണം ജെറ്റ്ലിയാണ് തന്റെ അച്ഛനെന്ന് അവര് മനസ്സിലാക്കിയാൽ അവര് ഉറപ്പായിട്ടും രണ്ടുപേരെയും കൊന്നുകളയും. സോ ഇവിടെ ഗാങ്സ്റ്റർ ജോണിയെ ചോദ്യം ചെയ്യുകയാണ്. നിന്റെ അച്ഛൻ ആരാണ്? നിന്റെ അച്ഛന് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ. എന്നാൽ ആ ചോദ്യങ്ങൾക്കൊക്കെ ജോണി തർക്കുത്തരങ്ങളാണ് മറുപടി കൊടുത്തത്. അതൊക്കെ കേട്ടപ്പോൾ ഗാങ്സ്റ്ററിന് ശരിക്കും ദേഷ്യം വന്നു. അദ്ദേഹം ജോണിയുടെ തല പിടിച്ച് ടേബിളിൽ അടിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ജോണിയെ മർദ്ദിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഡാർക്കിക്ക് ശരിക്കും സങ്കടവും പേടിയുമാവുന്നതായി കാണാം. എന്നാൽ ജെറ്റ്ലി അനങ്ങാതെ ദേഷ്യം കൺട്രോൾ ചെയ്ത് ഇരിക്കുന്നതായി കാണാം. കാരണം ജെറ്റ്ലിക്ക് അറിയാം തന്റെ മകന് ഇതിൽ നിന്നൊക്കെ അതിജീവിക്കാൻ കഴിയുമെന്ന്. മാത്രമല്ല ജെറ്റ്ലി പെട്ടെന്ന് എഴുന്നേറ്റ് പോയിട്ട് തന്റെ സ്വന്തം മകനെ തല്ലുകയാണ്. നീ തർക്കുത്തരം പറയാൻ മാത്രമായോ എന്നൊക്കെ പറഞ്ഞിട്ട് ജോണിയുടെ കഴുത്ത് പിടിച്ച് ചുമരിൽ പൊക്കി പിടിച്ചു. എന്നിട്ട് ജെറ്റ്ലി ജോണിയുടെ ബോധം കളഞ്ഞു. ഗാങ് മെമ്പേഴ്സ് ജോണിയുടെ ശ്വാസം നോക്കിയപ്പോൾ ജോണിക്ക് ശ്വാസമില്ല. ബോസ്, ഈ കുട്ടി മരിച്ചു. അപ്പോൾ ഗാങ്സ്റ്റർ ജോണിയെ അഭിനന്ദിക്കുകയാണ്. പക്ഷെ ജോണി മരിച്ചതല്ല, ശ്വാസം പിടിച്ചു വെച്ചതാണ്. എന്തായാലും അവര് ജോണിയെ വേസ്റ്റ് കവറിലാക്കി ഗാർബേജിൽ കളയുകയാണ്. എന്നിട്ട് ഗാങ്സ്റ്റേഴ്സും തന്റെ ഗാങ് മെമ്പേഴ്സിനൊക്കെ കൂട്ടി ഒരു ബാറിൽ പോവുകയാണ്. അവിടെ വെച്ച് ജെറ്റ്ലി പെട്ടെന്ന് അന്നയെ വിളിക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരിക്ക് ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ ഗാർബേജിൽ ജോണിയുണ്ട്, അവനെ രക്ഷിക്കണമെന്ന് പറയുകയാണ്. അതേപോലെ ആ സ്ഥലത്തേക്ക് ബോസ് കാണുന്ന ജെറ്റ്ലി തന്നെ പോവുകയാണ് തന്റെ മകനെ അവിടുന്ന് രക്ഷിക്കാനായി. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ തന്റെ മകനെ കാണുന്നില്ല. അതേപോലെ ഗാങ്സ്റ്റർ ആണെങ്കിൽ അവിടെ എത്തിയിട്ടുമുണ്ട്. അദ്ദേഹം തോക്കും ചൂണ്ടി ജെറ്റ്ലിയുടെ അടുത്തേക്ക് നടന്നു വന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ജെറ്റ്ലി അവരെ പിടികൂടനെ വന്ന രഹസ്യ ഏജന്റ് ആണ് എന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് ഗാങ്സ്റ്ററും ഗാങ് മെമ്പേഴ്സും ജെറ്റ്ലിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവര് ഫൈറ്റ് ചെയ്യുമ്പോൾ അന്ന അവിടെ എത്തുകയാണ്. പുള്ളിക്കാരി ജെറ്റ്ലിയെ രക്ഷിച്ച് ആ സ്ഥലത്തുനിന്ന് കൊണ്ടുപോയി. പിന്നെ നമ്മുടെ ജോണി എവിടെ പോയെന്ന് ചോദിച്ചാൽ ജോണിയെ ഡാർക്കി ഓൾറെഡി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഡാർക്കി ജോണിയെ ഒരു ബോട്ട്
ബോട്ടിൽ ഒളിപ്പിച്ച് താമസിപ്പിക്കുകയാണ്. അവിടെ ജോണിക്ക് കഴിക്കാനായി ഭക്ഷണവും എല്ലാം ഡാർക്കി എത്തിച്ചു. അച്ഛൻ എപ്പോഴാ വരുക എന്ന് ജോണി ചോദിച്ചപ്പോൾ മോന് ടെൻഷൻ അടിക്കേണ്ട, അച്ഛൻ നാളെ തന്നെ മോനെ കാണാനായി വരും എന്ന് ഡാർക്കി ജോണിയോട് പറയുകയാണ്. സോ ഇവിടെ തന്നെ ഗ്യാങ് മെമ്പേഴ്സിനോട് നാളത്തേക്ക് റെഡി ആവാനായി ഗാങ്സ്റ്റർ പറയുകയാണ്. നാളെയാണ് അവർ ചെയ്യാനായി പോകുന്ന വലിയ ഓപ്പറേഷന്റെ ദിവസം, അതായത് ഓക്ഷൻ. ഇവിടെ അടുത്ത ദിവസം ഡാർക്കി ബോട്ടിൽ നിന്ന് ഒരു കുട്ടിയുടെ കൂടെ സംസാരിക്കുന്നത് ഒരുത്തൻ കണ്ടു. അപ്പോൾ അവന് മനസ്സിലായി ഇത് ജോണിയാണ് എന്ന്. അവൻ ഈ കാര്യം ഗാങ്സ്റ്ററിനെ അറിയിക്കുകയാണ്. അപ്പോൾ ഡാർക്കി നോക്കുമ്പോൾ ബോട്ടിലേക്ക് ഗാങ്സ്റ്റർ വരുന്നു. ജോണിയോട് മോന് പെട്ടെന്ന് എവിടെങ്കിലും പോയി ഒളിക്കുക എന്ന് ഡാർക്കി പറയുകയാണ്. അപ്പോൾ ജോണി ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ് ഒളിക്കാൻ വേണ്ടി. നമ്മൾക്കറിയാം ജോണിക്ക് ഒരുപാട് സമയം ശ്വാസം പിടിച്ചു വെക്കാൻ കഴിയുമെന്ന്. ഗാങ്സ്റ്റർ ബോട്ടിലേക്ക് ജോണിയെ അന്വേഷിച്ചിട്ട് വന്നു. എന്നിട്ട് ഡാർക്കിയെ തല്ലിക്കൊണ്ട് ആ പയ്യൻ എവിടെ എന്നൊക്കെ ഗാങ്സ്റ്റർ ചോദിച്ചു. എന്നെ കൊന്നാലും ഞാൻ പറയത്തില്ല എന്ന് ഡാർക്കി മറുപടി കൊടുത്തു. അങ്ങനെ ദേഷ്യത്തില് ഗാങ്സ്റ്റർ ഡാർക്കിയെ ഷൂട്ട് ചെയ്തിട്ട് അവിടുന്ന് പോവുകയാണ്. ജോണി വെള്ളത്തിൽ നിന്ന് ബോട്ടിലേക്ക് കയറി ഡാർക്കിയെ തന്റെ മടിയിൽ കിടത്തി. നിന്റെ അച്ഛനെ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുമെന്ന് പറഞ്ഞതാണ്. അങ്കിളിനോട് നിനക്ക് ദേഷ്യമുണ്ട് എന്നൊക്കെ ഡാർക്കി ചോദിക്കുകയാണ്. പ്ലീസ് അങ്കിൾ, അങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങളാണ് എന്നെ സഹായിച്ചത് എന്നൊക്കെ ജോണി ഡാർക്കി അങ്കിളിനോട് പറയുകയാണ്. തന്റെ ഫോണ് ഡാർക്കി ജോണിക്ക് കൊടുത്തിട്ട് പറയാണ്, നിന്റെ അച്ഛനെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഈ ഫോണിലുണ്ട്, മോന് ഈ ഫോൺ ഉപയോഗിച്ച് അച്ഛനെ വിളിച്ചാൽ മതി. ഡാർക്കി മരണപ്പെടുന്നതിന് മുൻപായിട്ട് ജോണി ഡാർക്കി തനിക്ക് ഇട്ടുകൊടുത്ത മോതിരം തിരിച്ചിട്ട് കൊടുക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ഇവിടെ ഡാർക്കി മരണപ്പെട്ടു. സോ ഇവിടെ മറ്റൊരു ബോട്ടിൽ നിന്ന് ഗാങ്സ്റ്റർ ലേലം നടക്കുന്ന സ്ഥലത്ത് എവിടെയൊക്കെയാണ് ബോംബ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് തന്റെ ഗാങ് മെമ്പേഴ്സിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിന്റെ CCTV വിഷ്വൽസ് ആണ് ഇത്. അതൊക്കെ വെള്ളത്തിൽ നിന്ന് ജോണി കാണുന്നുണ്ട്. അവരവിടുന്ന് പോയതിനു ശേഷം ജോണി അവിടുന്ന് അച്ഛനെ വിളിക്കുകയാണ്. ലേലം നടക്കുന്ന ആ സ്ഥലത്ത് ജെറ്റ്ലിയും എത്തിയിട്ടുണ്ട്. അങ്ങനെ ജോണി അച്ഛനെ കോൾ ചെയ്തിട്ട് എവിടെയൊക്കെയാണ് ബോംബ് സെറ്റ് ചെയ്തത് എന്ന് ജോണി പറഞ്ഞു കൊടുക്കുകയാണ്. ഗാങ്സ്റ്ററും ഗാങ് മെമ്പേഴ്സൊന്നും കാണാതെ ഗാങ്സ്റ്റർ സെറ്റ് ചെയ്ത ബോംബൊക്കെ ജെറ്റ്ലി ഡിഫ്യൂസ് ചെയ്യുകയാണ്. പക്ഷെ ഒരു ബോംബ് കൂടി ഡിഫ്യൂസ് ചെയ്യാനേ ബാക്കിയുണ്ട്. അത് ജോണി പറയുന്നതിന് മുൻപ് ജോണിയുടെ ഫോണിന്റെ ചാർജ് തീർന്ന് കോള് കട്ടാവുകയാണ്. ഇനി നമ്മൾക്ക് ക്ലൈമാക്സിലേക്ക് കടക്കാം. ഇവിടെ ലേലം നടക്കാനായി പോവുകയാണ്. അവരൊക്കെ ആന്റിക്കിന് വേണ്ടി കോടികൾ ലേലം വിളിക്കുകയാണ്. ആ സമയം ഗാങ്സ്റ്റർ അവിടെ വന്ന് ആ പണക്കാരൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ ഇവിടെ മുഴുവനും ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ നിങ്ങളുടെ പണമെല്ലാം അവിടെ വെച്ചിട്ട് പോയിക്കോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ എല്ലാവരും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഗാങ് മെമ്പേഴ്സ് അവരെയൊക്കെ തടഞ്ഞു നിർത്തി. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ജെറ്റ്ലി അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ക്ലൈമാക്സിൽ ഗാങ്സ്റ്ററുമായിട്ടും ഗാങ് മെമ്പേഴ്സുമായിട്ടും ജെറ്റ്ലിയുടെ ഒരു ഉഗ്രൻ ഫൈറ്റ് തന്നെയാണ്. ജെറ്റ്ലി തനിച്ചല്ല ഫൈറ്റ് ചെയ്യുന്നത്, അവിടെ മകൻ ജോണിയും എത്തി. ജോണിയും ഈ ഗാങ്സ്റ്റേഴ്സ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ അന്ന എത്തി. പുള്ളിക്കാരി തോക്ക് ചൂടിയ സമയത്ത് ഗാങ്സ്റ്റർ ജോണിയുടെ കഴുത്ത് പിടിച്ചു വെക്കുകയാണ്. ഞാൻ ഇവനെ കൊന്നുകളയുമെന്നും പറഞ്ഞിട്ട്. ഈ സമയം ജെറ്റ്ലി മറ്റൊരു തോക്കെടുത്ത് ഗാങ്സ്റ്ററിനെ ഷൂട്ട് ചെയ്യുകയാണ്. എന്നിട്ട് മകനെ രക്ഷപ്പെടുത്തി. അങ്ങനെ അവര് 3 പേരും ഒരു ഹെലികോപ്റ്ററിൽ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഡിഫ്യൂസ് ആകാത്ത ഒരു ബോംബ് ആ സ്ഥലത്തുണ്ട്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആ ഗാങ്സ്റ്റർ സെറ്റ് ചെയ്ത ബോംബ് പൊട്ടിത്തെറിച്ചിട്ട് ആ ഗാങ്സ്റ്റർ തന്നെ മരണപ്പെടുകയാണ്. സോ ഇവിടെ ഭയങ്കരമായിട്ട് പരിക്കേറ്റ ജോണിയെ ഡോക്ടേഴ്സ് ചികിത്സിക്കുകയാണ്. അങ്ങനെ ഫൈനലി ജോണിയും എഴുന്നേറ്റു. കഥയുടെ അവസാനം അങ്ങനെ അവർ ഒന്നിക്കുകയാണ്. മാത്രമല്ല അന്ന ജെറ്റ്ലിയുമായി ഇഷ്ടത്തിലായിട്ടുമുണ്ട്. അവര് 3 പേരും ഒരു കുടുംബം പോലെയായി. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.